രജിൻ, ഇവിടെ ഉയരുന്ന പ്രശ്നം ഇന്ന് ഇന്ത്യയിൽ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നം RSSന്റെ രാഷ്ട്രീയ ആയുധം തന്നെയാണ് വന്ദേമാതരം. അതിൻ്റെ 150-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഒരു അനീതിയായിരുന്നു അന്ന് ഈ 2 സ്റ്റാൻസയ്ക്ക് ശേഷമുള്ള വരികൾ അന്ന് കോൺഗ്രസ് വെട്ടി മാറ്റിയത്. അനീതിയാണ്, അനീതി ആ വാക്ക് തന്നെയാണ്. ആ അനീതി എന്ന് പറയുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ആ വിഷയത്തെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കുന്നതിന് പകരം വളരെ ലാഘവത്തോടി, ലാഘവമാണോ അതോ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇവിടെ കെ ടി അടക്കമുള്ളവർ പറയുകയും ചെയ്തു. അദ്ദേഹം ചോദിക്കുകയും ചെയ്തു, നടപടി എടുക്കുമോ, PR വിഭാഗത്തിന് പറ്റിയ പിഴവാണോ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. ഈ നിമിഷം വരെയും ജയറാം രമേശ് പറഞ്ഞത് മാത്രമാണ്, ദേശീയ നേതാവ് ജയറാം രമേശ് പറഞ്ഞത് മാത്രമാണ്, കസേര എടുക്കാനാണ് സോണിയാഗാന്ധി പറഞ്ഞത്. എന്തൊരു ഭോഷത്തരമെന്നേ പറയാൻ കഴിയുന്നുള്ളൂ. രജിൻ, നോക്കൂ, ഇതിനകത്ത് നമുക്ക് രാഷ്ട്രത്തിന്റെ ഗീതവും രാഷ്ട്രത്തിന്റെ ഗാനവും ഉണ്ടായിരുന്നല്ലോ. ഈ രാഷ്ട്രഗാനം എന്ന് പറയുന്നതിന്റെ അതേ രീതിയിൽ എവിടെയെങ്കിലും വെച്ച് നിർത്തുകയോ ആ ഗാനത്തിനെ അവഹേളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ശിക്ഷ എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ. കാരണം രാജ്യത്തെ ലോക്സഭയിലും രാജ്യസഭയിലും ബില്ല് പാസ്സായി കഴിഞ്ഞു, രാഷ്ട്രപതി ഒപ്പിട്ട് കഴിഞ്ഞു. ആ ബില്ല് ഇന്ത്യയിലെ ജനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ലോക്സഭയ്ക്കകത്തും രാജ്യസഭയ്ക്കകത്തും കോൺഗ്രസിൻ്റെതായ നിലപാടുകൾ പറഞ്ഞതാണ്. കാരണം വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് 1937 അതേ നിലപാടാണ് കോൺഗ്രസിന് ഇന്നുമുള്ളത്. ആ നിലപാട് അവിടെയും കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിരിക്കുന്ന MP-മാർ ഉൾപ്പെടെയുള്ളവർ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പ്രതിപക്ഷത്തുള്ള എല്ലാ MP-മാരും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതിലെ എല്ലാം അവഗണിച്ചുകൊണ്ടുള്ള ഭരണകൂടത്തിന്റെ വലിയ ഭൂരിപക്ഷം ഉണ്ടായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ബില്ല് പാസ്സാകുകയും ആ ബില്ല് ഇന്ത്യയിലെ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ഇന്ത്യയിലെ ജനങ്ങളിലേക്ക് വരികയും ചെയ്തിട്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ രാഷ്ട്രഗീതം എന്നുള്ള രീതിയിൽ ഈ പറയുന്ന വന്ദേമാതരത്തിന്റെ പ്രിവിലേജ്, അതായത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതായത് പ്രശ്നം ഉയരുന്നത് എവിടെയാണ് ഈ നിയമപരമായ പ്രശ്നമുണ്ട്, ശിക്ഷ കിട്ടും. അതായത് VD സതീശൻ പറഞ്ഞ അതേ ന്യായം തന്നെയാണ് രജിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ദേശീയ ഗീതം അവഹേളിച്ചാൽ, ദേശീയ ഗാനത്തെയോ ദേശീയ ഗീതത്തെ അവഹേളിച്ചാൽ മാത്രമാണ് ഈ പറയുന്ന ശിക്ഷ. ദേശീയ ഗീതം നിർബന്ധമായി ആലപിക്കണമെന്ന് എവിടെയും പറയുന്നില്ല. ആ 2025 യഹോവ സാക്ഷികളുടെ കേസുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ചിന്നപ്പ റെഡ്ഡി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അവഹേളിക്കരുതെന്ന് മാത്രമാണ്. ഈ ബില്ല് എവിടെ പാസ്സായിട്ടുണ്ടോ? ഈ ബില്ല് വന്ദേമാതരം ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് ഒന്നും വന്നിട്ടില്ല. ഒരു ശിക്ഷയും എവിടെ കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ ഒരു വ്യവസ്ഥയും വന്നിട്ടില്ല. അവിടെയാണ് VD സതീശനും രജനീഷ് ഉണ്ണിത്താനും ഇപ്പോൾ ജനങ്ങളെ പറ്റിക്കുന്നത്. നോക്കൂ സുജിത, പറ്റിക്കുകയല്ല, ഇത് യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യബോധത്തോടുകൂടി മനസ്സിലാക്കിയാൽ മതി. കാരണം ബഹുമാനപ്പെട്ട കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പോലെയുള്ളവരൊന്നും അതിന് തർക്കിക്കത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന വന്ദേമാതരം എന്ന് പറയുന്നത് അതിന്റെ അവസാനത്തെ 2 സ്റ്റാൻസ് മാത്രമേ ഉള്ളൂ കോൺഗ്രസ് എതിർക്കുന്നത്. അല്ലാതെ ബാക്കിയുള്ളത് രാഷ്ട്രഗീതമാണെന്ന് തന്നെ അംഗീകരിച്ചു പോകുന്ന പാർട്ടിയുമാണ് കോൺഗ്രസ്. അതായത് RSSന് അത് കുത്തകയായി എഴുതി കൊടുക്കുവാനോ രാജ്യത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചരിത്രം അവതർപ്പിച്ചുകൊണ്ട് തങ്ങളുടേതാക്കുവാൻ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് RSSും സംഘപരിവാർ ശക്തികളും. അതിപ്പം സ്വാതന്ത്ര്യ സമരമായാൽ പോലും ഇന്നൊരു ചാനലിന്റെ കാർഡ് കണ്ടപ്പോൾ തന്നെ, സ്വാതന്ത്ര്യ ദിനാശംസകളുമായി ബന്ധപ്പെട്ട ഒരു കാർഡ് കണ്ടപ്പോൾ തന്നെ വളരെ വിചിത്രമായി തന്നെ തോന്നുന്നു. ഗാന്ധിജി ഒരു സൈഡിലേക്ക് ഒതുക്കി മാറ്റി നിർത്തിക്കൊണ്ട് സവർക്കറിനെ പോലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് യാതൊരു പങ്കുമില്ലാത്ത, അല്ലെങ്കിൽ മാപ്പ് എഴുതി കൊടുത്ത് ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ ഒപ്പം പോരാടിയ ക്വിറ്റ് ഇന്ത്യ സമരത്തെ പോലും അട്ടിമറിക്കാൻ ശ്രമിച്ച ഒരാളുടെയൊക്കെ വൽക്കരിച്ചുകൊണ്ട്, അയാളുടെയൊക്കെ പ്രശസ്തി വൽക്കരിച്ചുകൊണ്ടുള്ള കാർഡുകൾ ഇറക്കി, അല്ലെങ്കിൽ പാർലമെന്റ് സെൻട്രൽ ഹാളിലൊക്കെ കൊണ്ടുവന്ന് സവർക്കറിനെ വെക്കുവാൻ ഈ പറയുന്ന വാജ്പേയി ഗവൺമെന്റ് നടത്തിയ അതേ നിലപാടുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്, ആ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് എല്ലാം അവരുടേതാക്കി തീർക്കുവാൻ വേണ്ടി നിൽക്കുന്നതാണ്. വന്ദേമാതരത്തെ സംബന്ധിച്ച് അതിന് 2 സ്റ്റാൻസുകളും അതുമായി ബന്ധപ്പെട്ട 2 സ്റ്റാൻസുകളും ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അംഗീകരിക്കുന്നതാണ്, രാഷ്ട്രം അംഗീകരിക്കുന്നതാണ്, ഞങ്ങളുടെ വേദികളിൽ പാടിയിട്ടുള്ളതാണ്, നേരത്തെ മുതലേ ഉള്ള. അത് ഇപ്പോൾ ഈ വിവാദമാകുമ്പോൾ മാത്രമല്ല, അത് മുമ്പ് തന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട യോഗങ്ങളിലെല്ലാം അത് പാടിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ രണ്ടാമത്തെ സ്റ്റാൻസ് ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മുടെ മതനിരപേക്ഷതയെ എന്നും കീറി മുറിക്കുന്നതുമാണ്. എല്ലാവർക്കും പാടുവാൻ അടിച്ചേൽപ്പിക്കുവാൻ പറ്റുന്ന കാര്യമല്ല. ഒരു മതത്തെ സംബന്ധിച്ച് ഉള്ള ദുർഗാസ്തുതികളായാലും സരസ്വതി സ്തുതികളായാലും മറ്റു മതക്കാരെ കൊണ്ട് പാടിക്കണം എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് കോൺഗ്രസിന്റെ ഇന്നും എന്നുള്ള അഭിപ്രായം. അതാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. പക്ഷേ രജൻ, ഇത് അങ്ങനെയല്ല. രജൻ, ഈ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങനെ അഭിപ്രായമാണെന്ന് പറയുമ്പോൾ പോലും ഓരോ ദിവസവും നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ബോധ്യപ്പെടുന്നില്ല രാജ്യത്തെ ജനങ്ങൾക്ക്. നിങ്ങൾ അവരോടൊപ്പം ചേർന്ന് അവരായി തന്നെ മാറുന്നു എന്നാണ് ഓരോ ദിവസവും സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ, വീർ സവർക്കറിനെ മഹാസ്വാതന്ത്ര്യ സമര സേനാനിയെ പ്രഖ്യാപിച്ചത് നിങ്ങളുടെ സർക്കാരാണ്. നിങ്ങളുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ക്വിസ് മത്സരത്തിൽ വന്ന ചോദ്യമാണ്. KT,
ഇപ്പോൾ പറഞ്ഞത് ഈ സുജിത്ത്, അത് തെറ്റാണ്. അല്ല, ഒരു കാര്യം പറയട്ടെ, ആ ക്വിസ് മത്സരവുമായി ബന്ധപ്പെട്ട ആ പ്രാദേശികപരമായി നടക്കുന്ന ക്വിസ് മത്സരമാണ്. ആ മത്സരവുമായി ബന്ധപ്പെട്ട ആ ചോദ്യങ്ങൾ ഉയർത്തിയ ടീച്ചർമാർക്ക് അല്ലെ അധ്യാപകർക്ക് ഉണ്ടായ കാര്യങ്ങൾ ഉണ്ടായതാണല്ലോ. നിങ്ങൾ ഈ പറയുന്ന, ഇപ്പോഴും ഞാൻ പറയുന്നത്, എനിക്ക് ഇടതുപക്ഷത്തിനോടും ഈ പറയുന്ന ആളുകളോടും പറയാനുള്ളത്, സംഘപരിവാറിന്റെ ഈ അജണ്ടകളിൽ നിങ്ങൾ പോയി വീഴരുത്. യെസ്